പ്രിയ സുഹൃത്തുക്കളെ, പി കെ വീഡിയോസിൻ്റെ ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് സ്റ്റാർ മേക്കറിൽ എങ്ങനെ കരോക്കെ അപ്ലോഡ് ചെയ്യാം എന്നതിനെപ്പറ്റി പരിചയപ്പെടുത്താനാണ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണും, ആ ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണാൻ മറക്കരുത്. എല്ലാവർക്കും നമസ്കാരം. ഇതിനുവേണ്ടി നമ്മൾ 2 ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. അതൊന്ന് ഒപ്പേറ ബ്രൗസ് വിത്ത് ഫ്രീ VPN ആപ്ലിക്കേഷനും, രണ്ടാമത്തെ ഹാക്കേഴ്സ് കീബോർഡ്. ഈ 2 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ആ ഒപ്പേറ മിനി നമുക്ക് തുറക്കാം. ഒപ്പേറ മിനി തുറന്നു വരുമ്പോൾ അതിൽ www.starmakerstudios.com എന്നടിച്ചിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ അതേപോലെ ഇൻ്റർഫേസ് വരും. അതിൽ വലത്ത് ഭാഗത്ത് 3 ലൈൻ ഉണ്ടാവും. ആ 3 ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ അപ്ലോഡ് വരും. ആ അപ്ലോഡിൽ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, അപ്ലോഡ് ഓഡിയോ ട്രാക്ക് എന്നുള്ളത് വരും. അപ്പോൾ അങ്ങനെ അതിൽ താഴത്തെ ഒരു ചെറിയൊരു ചതുരം കാണാം. ആ ചതുരത്തിൽ നമ്മൾ ടച്ച് ചെയ്യാം. ആ ടച്ച് ചെയ്താൽ അതിൽ ഫയൽ വരും. ഫയൽസിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കരോക്കെയാണ് ഇതിൽ സ്റ്റാർ മേക്കറിൽ കയറ്റേണ്ടത് എന്ന് വെച്ചാൽ ആ കരോക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് കയറ്റാം. ഞാൻ ഒരു നേരം തൊഴുത് മടങ്ങുമ്പോൾ അതാണ് കയറ്റണത്. അപ്പോൾ അതിൽ അപ്ലോഡ് ആവാണ്. അത് 100% അപ്ലോഡായി. ഇനി താഴത്ത് നെക്സ്റ്റ് എന്ന് കാണാം. ആ നെക്സ്റ്റ് കളർ മാറിയിട്ട് റെഡ് കളറാകുമ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അതാ കളർ മാറി നല്ല റെഡ് കളറായിട്ട്. അപ്പോൾ ആ നെക്സ്റ്റ് നമ്മൾ ടച്ച് ചെയ്യാം. ആ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ടൈറ്റിൽ ക്രിയേറ്റർ എന്ന് വരും. അപ്പോൾ ടൈറ്റിൽ ഞാൻ ഒരു നേരം തൊഴുതു അടങ്ങുന്ന ആ ഒരു പാട്ടാണ് ഇതിൽ കരോക്കെ കയറ്റണത്. അപ്പോൾ അത് ഒരു നേരം തൊഴുതു എന്ന് അടിക്കുക. പാട്ടിൻ്റെ ആദ്യത്തെ വരി ഒരു നേരം തൊഴുതു, ഒരു നേരം തൊഴുതു എന്ന് അതിൽ ടൈപ്പ് ചെയ്യാം. ഞാൻ ക്രിയേറ്റർ എന്നുള്ള അതിൽ വന്നിട്ട് നമ്മൾ ഉണ്ണിമേനോനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ആ ഉണ്ണിമേനോൻ ടൈപ്പ് ചെയ്യാം. ഉണ്ണിമേനോൻ അത് ടൈപ്പ് ചെയ്തു. ആ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഐ എഗ്രി ദാറ്റ് സോങ് കംപ്ലൈസ് വിത്ത് സ്റ്റാർ മേക്കേഴ്സ് എന്നൊരു ലൈന് കാണാം. അപ്പോൾ അതിൽ നമ്മൾ റേറ്റ് ചെയ്യാം, ടിക്ക് കൊടുക്കുക. അതിൽ ടിക്ക് കൊടുത്തു. ആ ടിക്ക് കൊടുത്താൽ അതിന് താഴത്ത് നെക്സ്റ്റ് കാണാം. നെക്സ്റ്റ് ടച്ച് ചെയ്താൽ അതിൻ്റെ വലത്ത് ഭാഗത്ത് ചൂസ് ഇമേജ് എന്ന് കാണാം. ചൂസ് ഇമേജ്, ആ ചൂസ് ഇമേജ് ടച്ച് ചെയ്യാം. അതായത് നമുക്കിതിൽ ഇമേജ് കയറ്റാണ്. അങ്ങനെ ഫയലിൽ പോയിട്ട് നമ്മൾ ഗാലറിയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമേജ് അതിന് കയറ്റാം. ആ പാട്ടായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഇമേജ് കയറ്റിയാൽ മതി. ഞാനത് സരസ്വതിയുടെയാണ് കയറ്റിയിരിക്കുന്നത്. അതാ ആ ഇമേജ് കയറ്റി നെക്സ്റ്റ് വരാം. നെക്സ്റ്റ് ടച്ച് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. എൻ്റർ യുവർ ലിറിക്സ് ഇയർ. അപ്പോൾ ആ പാട്ടിൻ്റെ ലിറിക്സ് നമ്മളിതിൽ കയറ്റണം, അപ്ലോഡ് ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഒരു നേരം തൊഴുതു മടങ്ങുമ്പോൾ ആ പാട്ടാണല്ലോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ പാട്ടിൻ്റെ വരികൾ ലിറിക്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിൽ ആ ഇത് കിട്ടിയാൽ അതിൽ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ഇങ്ങനെയാണ് വരിക. ആ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതിൽ ആ വരികൾ വരും. അപ്പോൾ ആ വരികളുടെ മീതെ
എല്ലാ വരി അതിൽ വന്നിട്ടുണ്ട്. ആ വരികളുടെ മീതെ സോറി വി കനോട്ട് ഡിറ്റക്ട് യുവർ സോങ്സ് ലാംഗ്വേജ് എന്ന് കാണാം. അപ്പോൾ അതിൽ നമ്മൾ ലാംഗ്വേജ് ഏതാണെന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിങ്ങനെ അതിൽ ടച്ച് ചെയ്താൽ ഇങ്ങനെ വരും. നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ട് മലയാളം എന്ന് കൊടുക്കുക. മലയാളം പാട്ടാണല്ലോ, അപ്പോൾ മലയാളം എന്ന് കൊടുക്കുക. അങ്ങനെ സ്ക്രോൾ ചെയ്താൽ മലയാളം എന്ന് മലയാളം, അത് മലയാളം എന്ന് കൊടുത്തു. അപ്പോൾ അങ്ങനെ താഴത്ത് നെക്സ്റ്റ് കാണാം. ആ നെക്സ്റ്റിൽ ടച്ച് ചെയ്യാം. അത് ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുക. ഇൻട്രോ എന്ന് എഴുതിയിട്ട് താഴത്ത് പാട്ടിൻ്റെ വരികളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിന് മുന്നേ നമ്മൾ ഹാക്കേഴ്സ് കീബോർഡ് എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഹാക്കേഴ്സ് കീബോർഡ്. അപ്പോൾ ഹാക്കേഴ്സ് കീബോർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവണം ഇതിന് മുന്നേ. എന്നിട്ട് ആ ഹാക്കേഴ്സ് കീബോർഡ് അതിൻ്റെ സെറ്റിങ്സിൽ പോവാം. ഹാക്കേഴ്സ് കീബോർഡിൻ്റെ സെറ്റിങ്സിൽ പോവാം. ഹാക്കേഴ്സ് കീബോർഡിൻ്റെ സെറ്റിങ്സിൽ ഞാനത് ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെ എടുക്കുന്നത്. അങ്ങനെ ഹാക്കേഴ്സ് കീബോർഡ് എടുക്കുക. അപ്പോൾ അതിൽ സെറ്റിങ്സിൽ പോവുക. അതിൽ നമ്മൾ ഇതിന് മുന്നേ വേറെ വല്ല ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ വേറെ വല്ല കീബോർഡും എനേബിൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ഡിസേബിൾ ആക്കുക. അത് ഡിസേബിൾ ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ സെറ്റിങ്സിൽ പോകേണ്ടത്. അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ യൂസ് പെർമനൻറ്റ് നോട്ടിഫിക്കേഷൻ കാണാം. യൂസ് പെർമനൻറ്റ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. ഞാനത് ഓൾറെഡി ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കിലേക്ക് വന്നിട്ട് ബ്രൗസർ എടുക്കുക. ബ്രൗസർ എടുത്തിട്ട് നോട്ടിഫിക്കേഷനിൽ അപ്പോൾ ഈ ഷോ ഹാക്കേഴ്സ് കീബോർഡ് എന്ന് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ ടച്ച് ചെയ്താൽ അങ്ങനെ ഈ കീബോർഡ് നമ്മളെ ഈ സ്ക്രീനിൽ വരും. എന്നിട്ട് ഈ സ്പേസ് ബാർ തട്ടുമ്പോഴാണ് നമ്മൾ ഓരോ വരികൾ ഇങ്ങനെ മാറി മാറി വരിക. ഇതാ സ്പേസ് ബാർ തട്ടുമ്പോൾ കണ്ടു ഓരോ വരി. ഒരു നേരം തൊഴുതു മടങ്ങുമ്പോൾ തോന്നും. ആ കരോക്കയ്ക്ക് അനുസരിച്ച് ഓരോ വരി മാറ്റി മാറ്റിയിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കൊണ്ടുവരിക. അത് സ്പേസ് ബാർ തട്ടുമ്പോൾ ഒരു വരി താഴത്തേക്കാവും. അങ്ങനെ ഒരു വട്ടം കൂടി തൊഴേണമെന്ന്, ഒരു വട്ടം കൂടി തൊഴുമ്പോഴും തോന്നും ഇതുവരെ തൊഴുതത് പോരെന്ന്. അകതാരിൽ നിറയുമീ അനുപമ നിർവൃതി ഗുരുവായൂരമ്പലത്തിങ്കൽ മാത്രം. അങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഓരോ വരി ആ കരോക്കയ്ക്ക് അനുസരിച്ച് നമ്മൾ വരികൾ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോരാ. സ്പേസ് ബാർ തട്ടിയിട്ട് അങ്ങനെ ഏറ്റവും ലാസ്റ്റ് എത്തും. ഏറ്റവും അവസാനം എത്തും. ഏറ്റവും ലാസ്റ്റ് എത്തി. അതിൽ ഏറ്റവും ലാസ്റ്റ് എത്തിയാൽ ആ നെക്സ്റ്റ് എന്ന് കാണാം. അത് ഏറ്റവും ലാസ്റ്റിലത്തെ വരി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് കാണാം. അപ്പോൾ ആ നെക്സ്റ്റിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റിൽ ടച്ച് ചെയ്താൽ സേവ് എന്നുള്ള ബട്ടൺ കാണാം. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൽ സേവ് ചെയ്താൽ ഈ കരോക്കെ നമ്മൾ സ്റ്റാർ മേക്കറിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ സ്റ്റാർ മേക്കറിൽ ഈ പാട്ട് ഓൾറെഡി സേവ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് സേവ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളത് സേവ് ചെയ്താൽ സ്റ്റാർ മേക്കറിൽ അത് സേവ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായി ഞാൻ എത്തിച്ചേരാം. എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ബേബി കുറുപ്പ് പട്ടാമ്പി.